വെൽക്കം. തഹമനാണ്. എൻഡോക്രൈൻ ഹോർമോൺസ് ഫിസിയോളജി. ഈ വീഡിയോ സീരീസിൽ നമ്മൾ ഈസ്ട്രജനെ പറ്റിയാണ് ഈ വീഡിയോ പറയാം. ഫിസിയോളജി ഓഫ് ഈസ്ട്രജൻ. സോ നമുക്കപ്പോൾ സെക്രീഷൻ ഓഫ് ഈസ്ട്രജൻ പറയണം, റെഗുലേഷൻ ഓഫ് ഈസ്ട്രജൻ പറയണം, ഫിസിയോളജിക്കൽ ഫങ്ഷൻസ് ഓഫ് ഈസ്ട്രജൻ. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറയേണ്ടത്. സോ എന്താണ് ഈസ്ട്രജൻ? ഈസ്ട്രജൻ കൊളസ്ട്രോളിൽ നിന്നാണ് ഉണ്ടാകുന്നത്. കൊളസ്ട്രോളിൽ നിന്നുണ്ടാകുന്ന ഈസ്ട്രെയിൻ എന്ന് പറയുന്ന ഒരു 18 കാർബൺ ഉള്ള സ്റ്റിറോയിഡൽ റിംഗ് ഉള്ള സംഭവമാണ്. സ്റ്റിറോയിഡൽ റിംഗ് ഉള്ള സംഭവമാണ് ഈ ഈസ്ട്രജൻ എന്ന് പറയുന്നത്. ആൻഡ് സ്ത്രീകളിൽ ഇത് പ്രധാനമായിട്ടുണ്ടാകുന്നത് ഓവറിൽ നിന്നാണ്. ഓവറിൽ നിന്നുള്ള തീക്ക ഇന്റേണൽ നിന്നുള്ള തീക്ക സെൽസിൽ നിന്നും ദെൻ ഗ്രാനുലാർ സെൽസിൽ നിന്നൊക്കെയാണ് ഉണ്ടാവുക. ആ നോർമൽ റേഞ്ച് എന്ന് പറയുന്നത് ഒരു 30 to 200 പൈക്കോഗ്രാം പെർ ml ആണ്. ഫോളിക്കുലാർ ഫേസിൽ കൂടുതലായിട്ട് ഉണ്ടാകുന്നുണ്ട്. ദെൻ പുരുഷന്മാരിൽ 12 to 34 കുറവാണ്. 12 to 34 പൈക്കോഗ്രാം പെർ ml ഒക്കെയാണ് പുരുഷന്മാരിൽ ഉണ്ടാകും. സോ പ്രായപൂർത്തിയാവുന്നതോടുകൂടി സ്ത്രീകളിൽ ഈസ്ട്രോജന്റെ സെക്രീഷൻസ് വളരെയധികം വർദ്ധിക്കും എന്ന് നമുക്കറിയാം. ആൻഡ് ഈസ്ട്രോജന്റെ സെക്രീഷൻ നമുക്ക് തരംതിരിക്കുകയാണെങ്കിൽ ഒന്ന് ഗർഭിണികൾ അല്ലാത്തവർ, ഗർഭമില്ലാത്തവർ, അല്ലെങ്കിൽ സാധാരണയുള്ള നോൺ പ്രഗ്നന്റ് നോർമൽ ഫീമെയിൽസ്, അങ്ങനെയുള്ള ആൾക്കാർ. രണ്ടാമത്തത് നമ്മൾ പ്രഗ്നന്റ് ഫീമെയിൽ എന്ന് നമുക്ക് തരംതിരിച്ചു കഴിഞ്ഞാൽ ഇവരിൽ ഒവേറിയൻ ഫോളിക്കിളിലെ തീക്ക ഇന്റേണലിൽ നിന്നാണ് ഉണ്ടാവുക. തീക്ക ഇന്റേണലിൽ നിന്നുണ്ടാകുന്നത്. ദെൻ ഗ്രാനുലാർ സെൽസ്, ഇതിൽ നിന്നൊക്കെയാണ് കൂടുതലായിട്ട് ഈസ്ട്രോജൻ സെക്രീറ്റ് ചെയ്യുക. ദെൻ ഓവുലേഷൻ കഴിഞ്ഞു. ഓവുലേഷൻ കഴിയുമ്പോഴത്തേക്കും പിന്നെ ആഫ്റ്റർ ഓവുലേഷൻ ഉണ്ടാവുന്നത് പിന്നെ കോർപ്പസ് ലൂട്ടിയത്തിൽ നിന്നാണ് ഉണ്ടാവുക. ദെൻ അഡ്രീനൽ കോർട്ടക്സിൽ നിന്നും കുറച്ചുണ്ടാവുന്നു നമുക്കറിയാം. അഡ്രീനൽ കോർട്ടക്സ് അതിന്റെ സോണ റെറ്റിക്കുലാരിസ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് വളരെ കുറഞ്ഞ എമൗണ്ടിൽ ഉണ്ടാകും. ദെൻ ഓൾസോ ഇറ്റ് ക്യാൻ ബി പ്രൊഡ്യൂസ് ഫ്രം ദ ബ്രസ്റ്റിൽ നിന്നും ഉണ്ടാകും. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് പ്രഗ്നന്റ്, ഗർഭവതി ആണെങ്കിൽ പിന്നീട് ഈസ്ട്രോജൻ ഉണ്ടാകുന്ന എവിടെ നിന്നാണ്? അത് പ്ലാസന്റയിൽ നിന്നായിരിക്കും ഈസ്ട്രോജൻ ഉണ്ടാവുക. പിന്നെ എങ്ങനെയാണ് ഈസ്ട്രോജൻ സെക്രീഷൻ റെഗുലേറ്റ് ചെയ്യേണ്ടത്? സോ റെഗുലേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ബ്രെയിനിലെ ഹൈപ്പോതലാമസ് സപ്പോസ് ദിസ് ഈസ് ഹൈപ്പോതലാമസ് ആണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ആർക്കുവേറ്റ് ന്യൂക്ലിയസ് എന്നാണ് അതിന്റെ പേര്. ആർക്കുവേറ്റ് ന്യൂക്ലിയസിൽ നിന്ന് റിലീസ് ചെയ്യുന്ന സംഭവമാണ് GnRH ഓർ ഗൊണാഡോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ. ആൻഡ് ഇത് എത്തുന്നത് താഴെ ഇവിടെയുള്ള പിറ്റ്യൂട്ടറിയിലാണ്. പിറ്റ്യൂട്ടറിയിൽ ഇവിടെ പലതരം സെല്ലുകളുണ്ട്. അതിൽ ഗൊണാഡോട്രോപ്സ് എന്ന് പറയുന്ന സെല്ലുകളിൽ ഈ GnRH വന്ന് പ്രവർത്തിച്ചാൽ അവിടെ നിന്ന് ആന്റീരിയർ പിറ്റ്യൂട്ടറി ആണ് ഇത്, ആന്റീരിയർ ഇത് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ആണെന്ന് വിചാരിച്ചാൽ ആന്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്ന് ഉണ്ടാവുന്നതാണ് FSH ആൻഡ് LH ഉണ്ടാവും. ആൻഡ് ഈ FSH ആൻഡ് LH പുറത്തു വരുന്നു, സെക്രീറ്റ് ചെയ്യുന്നു. ആൻഡ് ഇത് നേരെ പോകുന്നത് നമ്മുടെ ഓവറിലേക്കാണ്. സപ്പോസ് ഇതാണ് ഓവറി എങ്കിൽ ഇവിടെയുള്ള ഫോളിക്കിളിനൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഫോളിക്കിൾസിനകത്തുള്ള സെല്ലുകൾ തീക്ക ഇന്റേണ അങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഈസ്ട്രോജൻ ഉണ്ടാവുന്നുണ്ട് ആൻഡ് ഓൾസോ പ്രൊജസ്ട്രോൺ, രണ്ടും ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ബ്ലഡിലേക്ക് എത്തുന്നു. ബ്ലഡിലേക്ക് എത്തുമ്പോഴത്തേക്കും ഇതിന്റെ ലെവൽ അനുസരിച്ച് ഇവിടെ വീണ്ടും ഇറ്റ്സ് നെഗറ്റീവ് ഫീഡ്ബാക്ക്. കുറവാണെങ്കിൽ ഇത് കൂടുതലായിട്ട് റിലീസ് ചെയ്യും, കൂടുതലാണെങ്കിൽ അപ്പോൾ അതിന് സ്റ്റോപ്പ് ചെയ്യും. സോ ഇതാണ് ഇതിന്റെ റെഗുലേഷൻ. അപ്പൊ നമുക്കിനി ഒവേറിയൻ സെൽസിൽ നിന്ന്, ഇത് ഓവറിയാൻ വിചാരിക്കുക, ഓവറിയുടെ സെൽസുകളിൽ നിന്ന് എങ്ങനെയാണ് ഈസ്ട്രോജൻ ഉണ്ടാവുക? സിന്തസിസ് ഓഫ് ഈസ്ട്രോജൻ ആണ് നമ്മൾ പറയാം. സോ സപ്പോസ് ഇത് ഓവറിൽ രണ്ടേരം സെല്ലുകൾ നമ്മൾ പറഞ്ഞു. വൺ ഈസ് തീക്ക സെൽസ്, ഇത് തീക്ക സെല്ലാണെന്ന് വിചാരിക്കുക, ഇത് ഗ്രാനുലാർ സെൽസ് ആണെന്ന് വിചാരിക്കുക. ആൻഡ് പിറ്റ്യൂട്ടറിയിൽ നിന്ന് വരുന്ന അപ്പോൾ FSH ഇങ്ങനെ വരുന്നു. ബ്ലഡ്, ഇവിടെ ബ്ലഡ് വെസൽസ് ഉണ്ട്, ഇതാ ഇവിടെ ബ്ലഡ് വെസൽസ് ഇങ്ങനെ പോകുന്നു. ഇതിൽ നിന്ന് FSH ആൻഡ് LH ഇവിടെ എത്തുന്നു. ആൻഡ് LHന്റെ ഒക്കെ ഫലമായിട്ട് ബിക്കോസ് ഓഫ് ദിസ് LH ഹോർമോൺ ഇതിനകത്തേക്ക് LDL കൊളസ്ട്രോൾ ധാരാളമായിട്ട് ഇതിനകത്ത്. സോ കൊളസ്ട്രോൾ ഈസ് ടേക്കൺ അപ്പ് ഇൻസൈഡ് ദ സെൽ. രണ്ട് സെല്ലും കൊളസ്ട്രോൾ എടുക്കുന്നു. തീക്ക, ദിസ് ഇസ് ഗ്രാനുലാർ ആൻഡ് ദിസ് ഇസ് തീക്ക സെൽ ആണെന്ന് വിചാരിക്കുക. ആൻഡ് ഈ കൊളസ്ട്രോൾ പല സ്റ്റെപ്പുകൾ വഴി പല സ്റ്റെപ്പുകൾ വഴി പ്രൊജസ്ട്രോൺ ആയിട്ട് മാറും. നിരവധി സ്റ്റെപ്പുകൾ ഉണ്ട് ഇടയിൽ. ആൻഡ് ഈ പ്രൊജസ്ട്രോൺ വിൽ ബി കൺവേർട്ടഡ് ടു ആൻഡ്രോജൻസ് ആയിട്ട് മാറും. ആൻഡ് ഇനി ആൻഡ്രോജൻ ഈസ്ട്രോജൻ ആയിട്ട് മാറണം. ആൻഡ് ഇതിന് നമുക്ക് വേണ്ട ഒരു എൻസൈമാണ് അരോമാറ്റേസ് എന്ന് പറയുന്ന ഒരു എൻസൈം. ഓക്കെ, ഇത് തീക്ക സെൽസിൽ ഈ അരോമാറ്റേസ് ഇല്ല. ഇവിടെ പക്ഷേ ഗ്രാനുലാർ സെൽസിലുണ്ട്. അപ്പോൾ തീക്ക സെൽസിൽ ഉണ്ടായ ആൻഡ്രോജൻസ് നേരെ ഇങ്ങോട്ടേക്ക് പോകും. ആൻഡ്രോജൻസ് ഈ സെല്ലിൽ എത്തിയിട്ട് ആൻഡ്രോജൻസ് വിൽ ബി കൺവേർട്ടഡ് ഇൻടു അരോമാറ്റേസ് എന്ന് പറയുന്ന എൻസൈം വഴി ദിസ് വിൽ ബി കൺവേർട്ടഡ് ടു ഈസ്ട്രോജൻസ്. സോ ഇതാണ് ഫോളിക്കുലാർ ഫേസിൽ. സോ ദിസ് ഈസ് ഹാപ്പനിങ് ഇൻ ദ ഫോളിക്കുലാർ ഫേസ്. ഫോളിക്കുലാർ ഫേസിൽ അപ്പോൾ ഈസ്ട്രോജൻ ആണ് കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. ഈസ്ട്രോജൻ ഉണ്ടാകുന്ന രീതി ഇതാണ്. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞത് ഫോളിക്കുലാർ ഫേസിലാണ്. ഫോളിക്കുലാർ ഫേസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓവുലേഷൻ ആണ്. ദെൻ പിന്നെ പോസ്റ്റ് ഓവുലേറ്ററി ഫേസ്. സോ ഓവുലേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈസ്ട്രോജന്റെ അളവ് കുറവാണെന്ന് നമുക്കറിയാം. ഈസ്ട്രോജൻ കുറയുന്നു, പകരം പ്രൊജസ്ട്രോണിന്റെ അളവാണ് വർദ്ധിക്കുക. സോ ഇതിന് കാരണം സെക്കൻഡറി ഫോളിക്കുലാർ സെൽസ്, ഇപ്പോൾ ഈ തീക്ക സെൽസ് ഒക്കെ പൊട്ടി സെക്കൻഡറി സെൽസ് ഒക്കെ ഫോളിക്കുലാർ സെൽസ് ഇറ്റ് വിൽ ബിക്കം ലൂട്ടിയം, കോർപ്പസ് ലൂട്ടിയം ആയിട്ട് മാറി കഴിഞ്ഞു. സോ ഇപ്പോൾ ഗ്രാനുലാർ സെൽസ്, ദിസ് ഗ്രാനുലാർ സെൽസ് ഇത് കൂടുതലായിട്ട് കൊളസ്ട്രോൾ ഏറ്റെടുക്കും ബിക്കോസ് ഓഫ് ദ ഫംഗ്ഷൻ ഓഫ് LH. ആൻഡ് അവിടെ വെച്ചിട്ട് ദിസ് വിൽ ബി കൺവേർട്ടഡ് ടു നമ്മളിവിടെ പറഞ്ഞ പോലെ പ്രൊജസ്ട്രോൺ ആയിട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നീട് ഇത് പ്രൊജസ്ട്രോൺ ഇവിടെ നമ്മൾ പറഞ്ഞു ആൻഡ്രോജൻ ആയിട്ട് മാറുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു എൻസൈം വേണമായിരുന്നു, പക്ഷേ ഇവിടെ ഈ എൻസൈം ഇവിടെ ഇല്ല. സോ പ്രൊജസ്ട്രോണിനെ ആൻഡ്രോജൻ ആക്കി മാറ്റുന്ന എൻസൈം
എൻസൈം ഇല്ലാത്തതുകൊണ്ട് ആൻഡ്രോജനാക്കി മാറിയാലാണ് പിന്നെ അതിനെ നമുക്ക് ഇവിടെ വെച്ചിട്ട് ഈസ്ട്രോജനാക്കി മാറി. ഇത് ഇവിടെ ഇല്ല. സോ പ്രൊജസ്ട്രോൺ ആയിരിക്കും അപ്പോൾ കൂടുതൽ. സോ മോർ ആൻഡ് മോർ പ്രൊജസ്ട്രോൺ വിൽ ബി പ്രൊഡ്യൂസ്ഡ് ആഫ്റ്റർ ദ ഓവുലേഷൻ. ഓവുലേഷൻ കഴിയുമ്പോൾ പ്രൊജസ്ട്രോൺ ആണ് കൂടുതൽ, ഈസ്ട്രോജൻ കുറയും. സോ ഇതുകൊണ്ടാണ് ഓവുലേഷന് ശേഷം പ്രൊജസ്ട്രോൺ കൂടുന്നതും ഈസ്ട്രോജൻ കുറയുന്നതും. അപ്പോൾ ഇനി നമുക്ക് ഈസ്ട്രോജനെ കുറിച്ച് പറയാം. 3 നാച്ചുറൽ ഫോംസ് ഉണ്ട്. നാച്ചുറൽ ഈസ്ട്രോജൻസ് എന്ന് പറയുമ്പോൾ 3 നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നുണ്ട്. അതിൽ ഒന്നാമത്തത് ഈസ്ട്രോൺ ആണ്. ഈസ്ട്രോൺ എന്ന് പറയുന്നത് ഓർ E1 എന്നും പറയും. ആൻഡ് ഇത് ആൻഡ്രോസ്റ്റീൻ ഡയോണിൽ നിന്ന് ഉണ്ടാകുന്ന സംഭവമാണ്. ആൻഡ് രണ്ടാമത്തത് ഈസ്ട്രാഡയോൾ ആണ്. ഇതാണ് ഏറ്റവും പ്രമുഖൻ. ഈസ്ട്രാഡയോൾ ആണ് മോസ്റ്റ് ആക്റ്റീവ് ഓർ E2 എന്ന് പറയുന്നത്. ആൻഡ് E2ൽ നിന്ന് ഈസ്ട്രോൺ ഉണ്ടാകാം. ആൻഡ് മൂന്നാമത്തത് ഈസ്ട്രയോൾ ആണ്. ഈസ്ട്രയോൾ എന്ന് പറയുന്നത് പ്ലാസെന്റയിൽ നിന്നൊക്കെ ഉണ്ടാവുന്നുണ്ട്. ദെൻ അത് നമ്മൾ E3 എന്നും വിളിക്കും. ഓക്കെ. ആൻഡ് ഈസ്ട്രാഡയോളിൽ നിന്ന് ഇതും ഉണ്ടാകാം. ആൻഡ് ഈസ്ട്രാഡയോൾ അധികം ഉണ്ടാവുന്നത് ആൻഡ്രോജനിൽ നിന്നാണ്. സോ എല്ലാം ആൻഡ്രോജനിൽ നിന്ന് ഉണ്ടാകാം. ആൻഡ് ദിസ് ഈസ്ട്രോൺ ആഫ്റ്റർ മെനോപോസ് ആയ സ്ത്രീകളിൽ ഇത് ഫാറ്റി ടിഷ്യൂസിൽ നിന്ന് ആൻഡ്രോസ്റ്റീൻ ഡയോൺ അതിൽ നിന്ന് കൂടുതലായിട്ടാവുന്നു. ആൻഡ് ഞാൻ പറഞ്ഞു ഈസ്ട്രാഡയോൾ ആണ് ഇതിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് വൺ എന്ന് പറയുന്നത്. ആൻഡ് ഇതെല്ലാം പ്രവർത്തിക്കുന്നത് ഈസ്ട്രോജൻ റിസപ്റ്റേഴ്സ് വഴിയാണ്. ഈസ്ട്രോജൻ റിസപ്റ്റേഴ്സ് ഇസ് എ ന്യൂക്ലിയർ ടൈപ്പ് ഓഫ് റിസപ്റ്റർ ആണ്. ന്യൂക്ലിയർ റിസപ്റ്റർ എന്നും. ആൻഡ് ഇത് 2 തരം റിസപ്റ്റർ ഉണ്ട്. ER ആൽഫ ഉണ്ട് ആൻഡ് ER ബീറ്റ. ഇങ്ങനെ 2 തരം റിസപ്റ്ററിലൂടെയാണ് ഇത് വർക്ക് ചെയ്യുക. ആൻഡ് പുരുഷന്മാരിലും ഇതുണ്ട് നമ്മൾ പറഞ്ഞു. പുരുഷന്മാരിൽ ടെസ്റ്റിസിൽ സെർട്ടോളി സെൽസിൽ പ്രവർത്തിച്ചിട്ട് മെയിൽ സ്പേംസ് ഉണ്ടാക്കുകയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട പണി. ആൻഡ് പ്യൂബർട്ടി എത്തുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ ഈസ്ട്രോജന്റെ അളവ് കൂടുക. പ്രായപൂർത്തിയാകുമ്പോഴാണ് ഈസ്ട്രോജന്റെ അളവ് കൂടുതലായിട്ടുണ്ടാവുക. അപ്പോൾ നമുക്കിനി ഈസ്ട്രോജന്റെ ഫിസിയോളജിക്കൽ ആക്ഷൻസ് പറയാം. സോ മിക്ക പ്രവർത്തനവും ടെസ്റ്റോസ്റ്റിറോൺ, നമ്മുടെ ടെസ്റ്റോസ്റ്റിറോൺ പോലെ തന്നെയാണ്. പക്ഷേ അനബോളിക് എഫക്ട്, ടെസ്റ്റോസ്റ്റിറോൺ ഈസ് അനബോളിക് ആണ്. അനബോളിക് എഫക്ട് അത്രയും ഇല്ല. അതിന്റെ മാഗ്നിറ്റ്യൂഡ് കമ്പയർ ടു ടെസ്റ്റോസ്റ്റിറോൺ കുറവാണ്. സോ അനബോളിക് എന്ന് പറയുമ്പോൾ എന്തൊക്കെ ചെയ്യണം? സെൽ പ്രൊലിഫറേഷൻ ഉണ്ടാക്കണം, ടിഷ്യൂ ഗ്രോത്ത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതാണ് അനബോളിക് എഫക്ട്. ആൻഡ് നമുക്കപ്പോൾ ഈസ്ട്രോജന്റെ ഫിസിയോളജി നമുക്ക് 3 ഹെഡിങ്ങിൽ പറയാം. ഒന്ന് എഫക്ട് ഓൺ സെക്സ് ഓർഗൻസിലുള്ള എഫക്ട് നമുക്ക് പറയാം. 2 എഫക്ട് ഓൺ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സിനെ പറ്റി പറയാം. ആൻഡ് മൂന്നാമത്തത് എഫക്ട് ഓൺ അതർ ഓർഗൻ, മറ്റ് ഓർഗൻസ് കാര്യങ്ങളിലൊക്കെ ഉള്ള എഫക്ട്. ഇങ്ങനെ 3 ഹെഡിങ്ങിൽ നമുക്ക് പറയാം. റീപ്രൊഡക്ഷൻ സൈക്കിളിൽ ഈസ്ട്രോജന് പ്രധാനപ്പെട്ട റോളുണ്ട്, വളരെ പ്രധാനപ്പെട്ട റോളുണ്ട്. സോ ഇതിന് ഓവറീസിൽ പ്രവർത്തിക്കണം, ഫാലോപ്പിയൻ ട്യൂബ്സ്, യൂട്രസ്, സെർവിക്സ്, വജൈന എല്ലായിടത്തും എഫക്ട് ഉണ്ട്. സോ സെക്ഷൽ ഓർഗൻസിൽ എല്ലാത്തിലും ഇതിന് പ്രവർത്തനമാണ്. സോ ഇത് ഉണ്ടാവുന്നത് ഓവേറിയൻ ഫോളിക്കിൾസിലാണ്. ഓവേറിയൻ ഫോളിക്കിൾസിൽ നിന്നാണ് ഈസ്ട്രോജൻ ഉണ്ടാകുന്നത്. ആൻഡ് ഈസ്ട്രോജൻ അവിടെ തന്നെ ആക്ട് ചെയ്യുന്നുണ്ട്. ഓവേറിയൻ ഫോളിക്കിൾസിന്റെ തന്നെ ആക്ട് ചെയ്തിട്ട് കൂടുതൽ ഗ്രോത്ത്, കൂടുതൽ ഓവേറിയൻ ഫോളിക്കിൾസ് ഉണ്ടാക്കാനായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. സോ പ്രോലിഫറേഷൻ, ഇൻക്രീസ്ഡ് പ്രോലിഫറേഷൻ ഓഫ് ഫോളിക്കുലാർ സെൽസ് ആണ് ഒരു ആക്ഷൻ. ആൻഡ് ഇതേപോലെ തന്നെ ഇവിടെ തീക്ക സെൽസിന്റെ സെക്രീറ്ററി ആക്ടിവിറ്റി, ഇൻക്രീസ്ഡ് സെക്രീറ്ററി ആക്ടിവിറ്റി അത് വർദ്ധിപ്പിക്കുന്നുണ്ട്. സോ ഇവിടെ FSH വരുമ്പോഴാണ്, FSH ആൻഡ് LH വരുമ്പോഴാണ് ഇത് കൂടുതലായിട്ട് പ്രവർത്തിക്കുക. സോ ഇതിന്റെ ആക്ഷനൊക്കെ അതിനെയും കൂടി ഡിപ്പെൻഡ് ചെയ്തതനുസരിച്ചാണ്. സോ ഓവേറിയൻ ഡെവലപ്മെന്റ്, സോ ഓവേറിയൻ ഫോളിക്കിൾ എന്ന് പറയുമ്പോൾ ഓവറിയുടെ ഡെവലപ്മെന്റിന് ദിസ് ഈസ്ട്രോജൻ ഈസ് ഹാവിങ് എ റോൾ എന്ന് പറയും. ഇനി രണ്ടാമത്തെ യൂട്രസിന്റെ അപ്പുറമുള്ള ഫാലോപ്പിയൻ ട്യൂബ്സ് ആണ്. ഫാലോപ്പിയൻ ട്യൂബ്സിൽ ഇതിന് ആക്ഷൻ ഉണ്ട്. സോ ഫാലോപ്പിയൻ ട്യൂബ്സിൽ വെച്ചാണ് ഇവിടെ ഓവവും സ്പേമും തമ്മിൽ യുണൈറ്റ് ചെയ്യുക. അല്ല, ഇത് യൂട്രസ് ആണെങ്കിൽ ഇതാണ് ഫാലോപ്പിയൻ ട്യൂബ്സ് എന്ന് പറയാം. ഫിംബ്രിയൊക്കെ ഉണ്ട്. ഇവിടെ വെച്ചിട്ടാണ് ഈ സ്പേമും ഇതും യുണൈറ്റ് ചെയ്യുക. സോ ഇവിടെ ഈസ്ട്രോജൻ ഹാസ് പ്രോഫെർട്ടിലിറ്റി ആക്ഷൻ ആണ് ഉള്ളത്. എന്ന് വെച്ചാൽ ഇവിടെയുള്ള സീലിയേറ്റഡ് എപ്പിത്തീലിയൽ സെൽസിന്റെ എണ്ണവും സൈസും വർദ്ധിപ്പിക്കും. ആൻഡ് സീലിയയുടെ ആക്ഷനും കൂട്ടും. അപ്പൊ എന്താണ് ഗുണം? കൂടുതൽ ആക്റ്റീവ് ആകുമ്പോഴത്തേക്കും സ്പേം ഇവിടെ എത്താനുള്ള ചാൻസ് കൂടുതലായിരിക്കും. സോ മോർ ചാൻസ് ഓഫ് സ്പേം ടു യുണൈറ്റ് വിത്ത് ദ ഓവം. സോ ഫെർട്ടിലൈസേഷന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണ് ഇത് ഉണ്ടാക്കുക. ഇനി ഇത് യൂട്രസ് ആണെങ്കിൽ ഇവിടെ ആയിരിക്കും സെർവിക്സ് ആൻഡ് ദെൻ ഇവിടെയാണ് വജൈന എന്ന് കരുതിയാൽ. വജൈനലും സെർവിക്സിലും ഒരു സ്പേമിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. വജൈനൽ എപ്പിത്തീലിയൽ സെൽസിൽ ഇവിടെ കുബോഡൽ സെൽസ് ആണ് ഉണ്ടായിരുന്നത്. ആൻഡ് ദിസ് വിൽ ബിക്കം സ്ട്രാറ്റിഫൈഡ് കുബോഡൽ സെൽസ് ആകുമ്പോൾ ഇന്റർകോഴ്സിന് ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. ദെൻ വജൈനൽ pH ഓഫ് ദ വജൈന, pH ഈസ് ഡിക്രീസ്, കൂടുതൽ അസിഡിക് ആകും. സോ അവിടുത്തെ ഗ്ലാൻഡുലാർ സെൽസ് പ്രോലിഫറേറ്റ് ചെയ്യും. സോ ഇവിടെയും അപ്പോൾ പ്രോ ആക്ഷൻസ് ആണ്. സോ സ്പേമിന് വജൈന ആൻഡ് ഓൾസോ സെർവിക്സിലും അതേപോലെ സെക്രട്ടറി ആക്ടിവിറ്റി ഒക്കെ വർദ്ധിക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് സ്പേമിന് എത്താനായിട്ട് സഹായിക്കും. അതാണ് ഒരു. ആൻഡ് മൂന്നാമത്തെ ആക്ഷൻ അപ്പോൾ യൂട്രസിലാണ്. അടുത്ത ആക്ഷൻ ഓൺ ദ യൂട്ടറസ്. സോ പ്രിലിമിനറി അറേഞ്ച് ഫോർ നിഡേഷൻ ആൻഡ് ഗ്രോത്ത്. അല്ല, ഇവിടെ സംഭവം യുണൈറ്റ് ചെയ്തിട്ട് പിന്നെ നിഡേഷൻ ആൻഡ് ഗ്രോത്ത് നടക്കേണ്ട യൂട്രസിനകത്താണ്. സോ ചൈൽഡ്ഹുഡ് യൂട്രസിന് അതിന്റെ ഡബിൾ സൈസ് ആക്കും. ചെറുതായിരുന്ന കുട്ടിയിലുള്ള യൂട്രസിന്റെ ഡബിൾ സൈസ് ആക്കുന്നത് ഇതാണ്. ആൻഡ് യൂട്രസിന്റെ ഇന്നർ ലെയറിനെ നമ്മൾ എൻഡോമെട്രിയൽ ലെയർ എന്നാണ് പറയുക. ആൻഡ്
ദിസ് ഇന്നർ ലെയറിന്റെ പ്രോലിഫറേഷൻ വർദ്ധിക്കും. ആൻഡ് ഇൻക്രീസ്ഡ് ബ്ലഡ് സപ്ലൈ, യൂട്രസിലേക്കുള്ള ബ്ലഡ് സപ്ലൈ ഇൻക്രീസ് ചെയ്യും. അവിടെയുള്ള എൻഡോമെട്രിയൽ സെൽസ്, ബ്ലഡ് വെസൽസ് എല്ലാം പ്രോലിഫറേറ്റ് ചെയ്യും, ഡയലേഷൻ ഉണ്ടാകും. സോ യൂട്രസിൽ കൂടുതൽ ഗ്ലൈക്കോജനും ഫാറ്റും എല്ലാം കൂടുതലായിട്ട് ഡെപ്പോസിഷൻ ഉണ്ടാകും. സോ ഇതെല്ലാം അപ്പോൾ ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ചെയ്യുക. സപ്പോസ് ഈ സ്ത്രീ ഗർഭിണിയായി ഇവിടെ കുഞ്ഞു വളരുകയാണ് എന്ന് കരുതിയാൽ ടേം ആകുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഇനി വേണ്ടത് ഇതിനെ പുറന്തള്ളലാണ്. അല്ല, പുറന്തള്ളാനായിട്ട് യൂട്രസ് എന്ത് ചെയ്യണം? യൂട്രസ് ഹാസ് ടു കൺട്രാക്ട്. ഇപ്പൊ യൂട്രസിന്റെ ഈ മസ്കുലാർ ലെയറിന്റെ സ്പോണ്ടേനിയസ് ആക്ടിവിറ്റി വർദ്ധിപ്പിക്കും. മാത്രമല്ല അവ മറ്റൊരു ഹോർമോൺ ആയിട്ടുള്ള ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഹോർമോൺ അതിനോട് കൂടുതൽ പ്രതികരിപ്പിക്കും. സോ കൺട്രാക്ടിലിറ്റി ഓഫ് ദ യൂട്രൈൻ മസിൽസ് ആണ് ടേമിൽ ഈസ്ട്രജൻ ചെയ്യുക. സോ ഇതെല്ലാമാണ് സെക്ഷൽ ഓർഗൻസിൽ ഈസ്ട്രജന്റെ ആക്ഷൻ. ഇനി ഒരു ബാലിക, ഒരു സ്ത്രീ ആകുമ്പോൾ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് വർദ്ധിക്കും അല്ലെ. ഒന്ന് ഉദാഹരണത്തിന് പല സ്ഥലങ്ങളിലുള്ള ഹെയർ ഗ്രോത്ത്, രോമ വളർച്ച കൂട്ടുന്നതിൽ ദിസ് ഈസ്ട്രോജന് പ്രധാനപ്പെട്ട റോൾ. ദെൻ ആളുടെ കുട്ടിയുടെ സ്കിൻ സ്മൂത്ത് ആവുകയും ആൻഡ് കൂടുതൽ ബ്ലഡ് സപ്ലൈ ഒക്കെ കൊടുക്കുക, ആള് കുറെ കൂടി അട്രാക്റ്റീവ് ആകുക. ഇനി ഒരു ഈസ്ട്രോജൻ മൂലമാണ് സ്ത്രീ എന്നുള്ള പ്രത്യേക രൂപം ഉണ്ടാവുക. ഉദാഹരണത്തിന് ദി ഷോൾഡർ, അത് കഴുത്താണെങ്കിൽ ഷോൾഡർ പുരുഷന്മാരെ പോലെ ബ്രോഡ് അല്ല, നാരോ ആണ്. സോ ബിക്കോസ് ഓഫ് എഫക്ട് ഓൺ ദിസ് ബോൺ. ദെൻ ദിസ് ഹിപ്പ് ബിക്കം ബ്രോഡ്, ഇവിടെ ബ്രോഡ് ആകുന്നതും അതുകൊണ്ടാണ്, ഹിപ്പ് കുറെ കൂടി ബ്രോഡ് ആവുന്നുണ്ട്. ദെൻ തൈസ്, തുടകൾ എന്ന് പറയുന്നത് കുറെ കൂടി കൺവേർജ്ഡ് ആകും, ഇങ്ങനെ കൺവേർജ്ഡ് ആയിട്ടാണ് ഇരിക്കുക. ആൻഡ് ഈ കൈകൾ ഇപ്പൊ ഇങ്ങനെ വരികയാണ്, ഇത് അവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് ഡൈവേർജ്ഡ് ആണ്, പുരുഷന്മാരെ പോലെയല്ല ഡൈവേർജ്ഡ് ആയിട്ട് മാറുന്ന അതും ഇത് മൂലമാണ്. ദെൻ ബ്രസ്റ്റ് ആൻഡ് ബട്ടക്സ്, ഓക്കെ, ബാക്ക് പുറകുവശം തീരുമാനിച്ചാൽ അവിടെയൊക്കെ കൂടുതലായിട്ട് ഫാറ്റ് ഡെപ്പോസിഷൻ നടത്തും ആൻഡ് ഓൾസോ ഹെൽപ്സ് ഇൻ ദ ബ്രസ്റ്റ് ഡെവലപ്മെന്റ്. സോ ഇതെല്ലാം സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ഉണ്ടാക്കുന്നതിൽ ഈസ്ട്രോജന്റെ റോളാണ്. ഇനി ഈസ്ട്രോജന് ഇതല്ലാതെ മറ്റ് പല ആക്ഷൻസ് ഉണ്ട് ആൻഡ് കൂടുതലായിട്ട് നമ്മൾ ഫാർമക്കോളജി വീഡിയോയിലായിരിക്കും ഡിസ്കസ് ചെയ്യുക. ആൻഡ് പ്രധാനപ്പെട്ട ആക്ഷൻ ഈസ് ഓൺ ബോൺ, എല്ലുകളിൽ ഇതിന് കാര്യമായിട്ടുള്ള ആക്ഷൻ. ഓസ്റ്റിയോബ്ലാസ്റ്റിക് ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഓസ്റ്റിയോക്ലാസ്റ്റിക് ആക്ടിവിറ്റി കുറയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ബൈ OPG എന്നൊക്കെ പറഞ്ഞാൽ അത് നമുക്ക് ഫാർമക്കോളജി പറയാം. അങ്ങനെയൊക്കെയുള്ള ഹോർമോൺസ് ഒക്കെ വഴി അല്ലെങ്കിൽ പ്രോട്ടീൻസ് ഒക്കെ വഴി ഇതിന്റെ ആക്ഷൻ വർദ്ധിക്കുന്നുണ്ട്. സോ ഇത് ബോണിന്റെ നീളമല്ല കൂട്ടുക. ഉദാഹരണത്തിന് എപ്പിഫൈസിയൽ ഫ്യൂഷൻ ഉണ്ടാകും. സോ ഒരു സ്ത്രീ പ്രായപൂർത്തിയാകുമ്പോഴത്തേക്കും എപ്പിഫൈസിയൽ ഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ലീനിയർ ഗ്രോത്ത് കുറവായിരിക്കും. മാത്രമല്ല ഈ എല്ലിലെ ആക്ഷൻ വഴി ഓസ്റ്റിയോപോറോസിസ് തടയുകയും അല്ലെങ്കിൽ കൂടുതൽ ബോൺ മിനറൽ ഡെൻസിറ്റി കൂട്ടുകയും, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എല്ലുകൾക്ക് ബലം വർദ്ധിക്കും എന്ന് നമുക്ക് പറയാം. ആൻഡ് ഓൾസോ ദിസ് ആക്ട്സ് മോർ ഓൺ ദ പെൽവിക് ബോണിന്റെ ഡയാമീറ്റർ ഇൻക്രീസ് ചെയ്യുന്നു. ഇപ്പൊ ഹിപ്പ് സൈസ് ഒക്കെ കൂടുന്നതുകൊണ്ട്. ദെൻ രണ്ടാമത്തെ ഒരു ആക്ഷൻ ഈസ് ഓൺ ലാരിങ്സിൽ ആക്ഷൻ ഉണ്ട്. ലാരിങ്സിൽ പ്രീ പ്യൂബർട്ടൽ സ്റ്റേജ് ആയിട്ട് റിമെയിൻ ചെയ്യായിട്ടിരിക്കും. സോ ഹൈ പിച്ച് വോയിസ് ആയിരിക്കും. ഇനി മൂന്നാമത്തത് അനബോളിക് ആക്ഷൻസ് ആണ്. അനബോളിക് എഫക്റ്റിൽ ഒന്ന് പ്രോട്ടീൻ സിന്തസിസ് വർദ്ധിപ്പിക്കുന്നുണ്ട്. നിരവധി പ്രോട്ടീൻസ്, ഉദാഹരണത്തിന് തൈറോയ്ഡ് ബൈൻഡിംഗ് ഗ്ലോബുലിൻ, കോർട്ടിക്കോസ്റ്റെറോയിഡ് അല്ലെങ്കിൽ കോർട്ടിസോൾ ബൈൻഡിംഗ് ഗ്ലോബുലിൻ, ഇങ്ങനെയൊക്കെയുള്ള ധാരാളം പ്രോട്ടീനുകളുടെ അളവ് വർദ്ധിപ്പിക്കും. ദെൻ സോഡിയം ആൻഡ് ഓൾസോ വാട്ടർ റിറ്റൻഷൻ കൂട്ടുന്നുണ്ട്. എസ്പെഷ്യലി ഇത് തേർഡ് ട്രൈമസ്റ്റർ ഓഫ് പ്രഗ്നൻസിയിലൊക്കെ ഭയങ്കരമായിട്ട് കൂട്ടുന്നുണ്ട്. ദെൻ അടുത്തൊരു പ്രധാനപ്പെട്ട ആക്ഷനാണ് ഡിക്രീസ്ഡ് LDL കൊളസ്ട്രോൾ കുറയ്ക്കുകയും ഇതിന്റെ യൂട്ടിലൈസേഷൻ വർദ്ധിപ്പിക്കുകയാണ്. ഇൻക്രീസ്ഡ് HDL അല്ല, ഇത് നല്ലതാണ്, അത് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ട്രൈഗ്ലിസറൈഡ് കൂടി വർദ്ധിപ്പിക്കുന്നുണ്ട് എന്നൊരു കുഴപ്പമുണ്ട്. പക്ഷെ മൊത്തത്തിൽ ഇത് നോക്കിക്കഴിഞ്ഞാൽ നല്ലതാണ്. ഹേർട്ടിന്റെ ഒക്കെ അല്ലെങ്കിൽ കാർഡിയോവാസ്കുലർ ഹെൽത്തിന് ഇത് നല്ലതാണ്. ദെൻ മറ്റൊരു ആക്ഷൻ എന്ന് പറയുന്നത് ഇൻക്രീസ്ഡ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഭയങ്കരമായിട്ട് വർദ്ധിപ്പിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് 2, 7, 9, 10, 12 ഇങ്ങനെയൊക്കെയുള്ള ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് വർദ്ധിപ്പിക്കുമ്പോൾ സോ പ്രൊമോട്ട് ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ് ക്ലോട്ട് ചെയ്യാനായിട്ട് സഹായിക്കുകയും ആൻഡ് അതിനെതിരായിട്ടുള്ള ആന്റി ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഡിക്രീസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ദെൻ പിന്നെ ഗോൾഡ് സ്റ്റോണിലെ കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുക, അങ്ങനെയൊക്കെയുള്ള ആക്ഷൻസ് ഒക്കെ ഉണ്ട്. സോ അങ്ങനെയൊക്കെയുള്ള ആക്ഷൻസ് നമ്മൾ ഫാർമക്കോളജി വീഡിയോ അതിനകത്ത് നമുക്ക് പറയാം. സോ ഇതാണ് ഈസ്ട്രോജന്റെ ഫിസിയോളജിക്കൽ ആക്ഷൻസ് നമുക്ക് പറയാനുള്ളത്. ബാക്കിയുള്ള ആക്ഷൻസ് മൊത്തം നമുക്ക് ഫാർമക്കോളജി വീഡിയോയിൽ പറയാം. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.